സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷത്തിൽ ക്ഷമിക്കുന്നതിനെ കുറിച്ചാണ് പറയുക. 7 പ്രാവശ്യമാണോ അതോ 70 പ്രാവശ്യമാണോ? അത് കണക്ക് കൂട്ടുകയാണ്. 7 49. കാരണം 491 നമ്മൾ ക്ഷമിക്കേണ്ടല്ലോ. സ്നേഹമുള്ള സഹോദരങ്ങളെ, 7 എന്ന് പറഞ്ഞാൽ പൂർണ്ണതയാണ്. പൂർണ്ണതയുടെ പൂർണ്ണത എന്നാണ് 70 പ്രാവശ്യം എന്ന് പറയുന്നത്. എപ്പോഴാണ് നമ്മൾ ക്ഷമിച്ചിട്ടില്ല എന്നെങ്ങനെ നമ്മൾ തിരിച്ചറിയും? ആ വ്യക്തി അല്ലെങ്കിൽ ആ സാഹചര്യം എപ്പോഴും നിൻ്റെ മനസ്സിൽ കടന്നിങ്ങനെ വേദനിക്കും. നിനക്കങ്ങനെ ഒരു വേദന വരുന്നില്ലെങ്കിൽ നീ ആ മേഖലയോട് ക്ഷമിച്ചു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിനക്കതിൻ്റെ മേൽ റിക്കവർ കിട്ടി. എന്നാൽ നീ വീണ്ടും അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊന്ന് പുനഃസ്ഥാപിച്ചിരുന്നെങ്കിൽ എന്നൊരു ചിന്ത നിൻ്റെ മനസ്സിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ മേഖലയിൽ നീ പൂർണ്ണമായി നിനക്ക് ആ ദൈവകരുണ ലഭിച്ചിട്ടില്ല, ദൈവകൃപ ലഭിച്ചിട്ടില്ല. തമ്പുരാൻ ക്ഷമിക്കുമ്പോഴാണ് നമുക്കതിൽ നിന്നൊക്കെ വിടുതൽ കിട്ടുന്നത്. തമ്പുരാൻ ക്ഷമിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരോടൊക്കെ നമുക്ക് രമ്യതയിലേക്ക് എത്താനായിട്ട് പറ്റും. ആ മേഖലയിൽ നിന്ന് നിനക്ക് ആ കാര്യമേ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നീ ഒന്നിനെക്കുറിച്ചും മറിയിലാകണ്ട. സ്നേഹമുള്ള സഹോദരങ്ങളെ, മുമ്പോട്ട് പോവുക. അത് ഓർത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നീ ആ സാഹചര്യങ്ങളിൽ, ആ പ്രയാസങ്ങളിൽ നിനക്കത് കയ്യിൽ വന്നിരിക്കുന്ന ഒരു മിസ്റ്റേക്കിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ നിനക്കത് പൂർണ്ണമായി ക്ഷമിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അത് മനസ്സിലാക്കുന്നത്. പണ്ടൊരു കാര്യം പറയാറില്ലേ, കോഴി കട്ടവൻ്റെ തലയിൽ ഒരു കോഴിത്തൂവലുണ്ട് എന്ന് പറയുമ്പോൾ അയാളെപ്പോഴും കോഴിത്തൂവലുണ്ടോ ഇല്ലയോ എന്ന് തപ്പി നോക്കുക. കോഴി കെട്ടിട്ടില്ലാത്തവന് അങ്ങനെ തപ്പി നോക്കേണ്ട കാര്യമേ ഇല്ല. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഒരു കാര്യം ചിന്തിക്കുക. വിപരീതങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അവയുടെ മേലെല്ലാം മനസ്സിൽ നിന്ന് വിട്ടുമാറ്റി കളഞ്ഞുകൊണ്ട് ദൈവസ്നേഹത്താൽ നിറയാനായിട്ട് ശ്രമിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ജീവികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.